ഹലോ, ഇന്നൊരു 4 AM റൂട്ടീനാണ്. അപ്പോൾ ഇന്ന് ഇവർക്കൊരു സ്ഥലം വരെ പോകാനുള്ളതുകൊണ്ട് 4 മണിയാകുമ്പോൾ തന്നെ എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ മോർണിംഗ് റൂട്ടീനൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു 4:30 ഒക്കെ ആയപ്പം അവർ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ ഫ്രീ ആയതുകൊണ്ട് തന്നെ സുബഹ് ബാങ്ക് കഴിഞ്ഞ ശേഷമുള്ള കുറച്ച് റൂട്ടീൻ കാര്യങ്ങളൊക്കെ ആ ഒരു ടൈമിൽ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ബാങ്ക് വെയിറ്റ് ചെയ്യായിരുന്നു. 4:40 ടൈമായിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ബാങ്കിൻ്റെ ടൈം എന്ന് പറയുന്നത് 5:05 അപ്പോൾ ഇവിടെ ബാങ്ക് വിളിയൊന്നും കേൾക്കാനില്ല. അതുകൊണ്ട് തന്നെ ഞാനൊരു 5 മിനിറ്റും കൂടെ കഴിഞ്ഞിട്ടാണ് നിസ്കരിക്കല്. അപ്പോൾ ഇതാ ആളിവിടെ 5 മണിയാകുമ്പോഴേക്കും ഇയാൾ എണീറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു മന്ദപ്പിലിരുന്നിട്ടുണ്ട് അവിടെ. അപ്പോൾ കഴിക്കാൻ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് റസ്ക്കൊക്കെ പിടിച്ചിരിക്കുന്നുണ്ട്, കഴിക്കുന്നൊന്നുമില്ല. അപ്പോൾ എനിക്ക് നിസ്കരിക്കാനും കൂടെ ടൈമായിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഞാൻ അപ്പുറത്ത് പോയി നിസ്കരിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ കച്ചറയും കരച്ചിലൊക്കെ ആയിരിക്കും. അപ്പോൾ ഞാനൊന്നും കൂടെ ടൈം ചെക്ക് ചെയ്ത് നോക്കി. അപ്പോൾ 5:05 തന്നെയാണ്. അപ്പോൾ ഇവിടെ തീരെ സൗണ്ട് കേൾക്കില്ല ബാങ്ക് വിളിയുടെ. അപ്പോൾ ഞാൻ ആ ഒരു നമ്മൾ ഗൂഗിളിൽ കാണിക്കുന്ന ആ ഒരു ടൈമും കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നിസ്കരിക്കൽ. അപ്പോൾ ഞാൻ അവളുടെ അടുത്ത് തന്നെ നിന്ന് എൻ്റെ പ്രെയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ നിറയെ കിച്ചണിലേക്ക് കയറി. അപ്പോൾ ഇതാ നമ്മൾ കിച്ചണിലാണ്. എനിക്ക് ഈ ഒരു ടൈം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ ഒരു ലൈറ്റിൽ ഇന്ന് വർക്ക് ചെയ്യാനാണ് എനിക്കിഷ്ടം. അപ്പോൾ ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ലൈറ്റ് ഇട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാൻ ആ ഒരു ലൈറ്റിൽ ഇന്ന് വർക്ക് ചെയ്യലാണ് കേട്ടോ. അപ്പോൾ ഇത് തലേദിവസം വാങ്ങിച്ചിട്ടുള്ള പച്ചക്കറിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇന്നൊക്കെ ഉള്ളത് ഞാൻ എടുത്ത് വെച്ചിട്ട് ബാക്കിയാണ് ഞാൻ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്ന് സാമ്പാറും തോരനൊക്കെയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ രാത്രി കഴുകി എടുത്ത് വെച്ചിട്ടുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് എടുത്ത് ഓരോന്നും അതിൻ്റെ സ്ഥാനത്തേക്ക് എടുത്ത് വയ്ക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാനിത് രാത്രി ഉറങ്ങാൻ യൂസ് ചെയ്തിട്ടുള്ളൊരു ഡ്രസ്സാണ്. അപ്പോൾ ഞാനത് രാവിലെ എണീക്കുമ്പം കിച്ചണിൽ കയറുന്നതിന് മുമ്പ് എപ്പോഴും ചേഞ്ച് ചെയ്യലാണ്. അപ്പോൾ ഇന്നത്തെ റൂട്ടീനും കാര്യങ്ങളും കുറച്ച് നേരത്തെ ആയതുകൊണ്ട് അതൊന്നും നടന്നില്ല. പിന്നെ മോളും കൂടെ ആ ടൈമിൽ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വർക്ക് തുടങ്ങുന്നതിന് മുമ്പ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഞാൻ ക്യാബേജ് യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും അത് സെൻറ്ററിലൂടെ ഇങ്ങനെ രണ്ടായി മുറിച്ചിട്ട് ഈ ഒരു മഞ്ഞൾ വെള്ളത്തിലിട്ട് വെക്കലാണ്. അപ്പോൾ അതൊക്കെ ഇട്ട് വെച്ചതിന് ശേഷം നമ്മുടെ ഡിഷ് വാഷൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു രാത്രി തന്നെ. അപ്പോൾ അതൊക്കെ ഒന്ന് റീഫിൽ ചെയ്ത് പിന്നെ നമ്മുടെ സ്പോഞ്ചും സ്ക്രബ്ബറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് ചേഞ്ച് ചെയ്തെടുക്കുന്നുണ്ട്. കിച്ചണിൽ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഡിഷ് വാഷിന് യൂസ് ചെയ്യുന്ന ആ ഒരു സ്ക്രബ്ബറും സ്പോഞ്ചൊക്കെ. അതൊക്കെ വീക്ക്ലി വൺസ് എങ്കിലും എന്തായാലും നമ്മളത് മാറ്റേണ്ടതാണ്. നമ്മൾ എത്ര കഴുകി വെച്ചു എന്ന് പറഞ്ഞാലും അതിൽ വാട്ടർ കണ്ടൻറ്റ് ഉള്ളത് കൊണ്ട് തന്നെ എപ്പോഴും ഒരു ബാക്ടീരിയൽ കണ്ടൻറ്റ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളതൊന്ന് വീക്ക്ലി എപ്പോഴും ചേഞ്ച് ചെയ്യാനായിട്ട് നോക്കുക. അതുപോലെ തന്നെ ഓരോ പ്രാവശ്യം യൂസ് ചെയ്തതിന് ശേഷം കഴുകിയിട്ട് വെള്ളം പോകുന്ന രീതിയിൽ ഡ്രെയിൻ ആവുന്ന രീതിയിൽ തന്നെ ഒന്ന് സൂക്ഷിക്കാൻ കൂടിയിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് മോളടുത്തും കൂടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരം കുറച്ച് വെളുത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് സാമ്പാറിനും ഇതിനുള്ളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തും കൂടെ വയ്ക്കാം. അപ്പോൾ ഞാനിവിടെ ക്യാബേജ് കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് തന്നെ ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കലാണ്. അപ്പോൾ ക്യാബേജൊക്കെ പെട്ടെന്ന് എടുത്ത് കട്ട് ചെയ്ത് ഉണ്ടാക്കാനൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് 2 പ്രാവശ്യം ഉണ്ടാക്കാനുള്ളത് ഞാൻ സെപ്പറേറ്റ് കണ്ടെയ്നറിൽ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഉണ്ടാക്കാനുള്ളതും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ ചോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഒരു മഞ്ഞൾ വെള്ളത്തിൽ സാമ്പാറിന് ആവശ്യമായിട്ട് എടുത്ത് വെച്ചിട്ടുള്ള വെജീസും കൂടെ ഇട്ട് വയ്ക്കുന്നുണ്ട്. എന്തായാലും ആ ഒരു വെള്ളം വെക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് അതിലിട്ട് വെച്ചിട്ടുള്ളതാണ്. എപ്പോഴും അങ്ങനെ ചെയ്യലൊന്നുമില്ല. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളതൊക്കെ ഒന്ന് ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ സാമ്പാറിന് ആവശ്യമായിട്ടുള്ള തക്കാളിയും കൂടെ എടുക്കുന്നുണ്ട്. അത് നമ്മൾ തലേദിവസം വാങ്ങിച്ച കൂട്ടത്തിൽ ഇല്ലായിരുന്നു. തക്കാളി നമുക്ക് എന്തായാലും ഇവിടെ സ്റ്റോക്കുള്ളതുകൊണ്ട് വാങ്ങിച്ചിട്ടില്ലായിരുന്നു. അതൊക്കെ നേരത്തെ ഉള്ളത് തന്നെയാണ്. അപ്പോൾ അതും കൂടെ ഒന്ന് എടുത്ത് വയ്ക്കുന്നുണ്ട്. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ യൂസ് ചെയ്ത പാത്രമൊക്കെ അപ്പം തന്നെ എടുത്ത് കഴുകിയും കൂടെ വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ നമുക്ക് കിച്ചണിൽ എങ്ങനെ ടൈം സേവ് ചെയ്യാമെന്നുള്ളൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. അപ്പോൾ വർക്കിംഗ് വുമൺസൊക്കെ ആണെങ്കിലും വീട്ടമ്മമാരൊക്കെ ആണെങ്കിലും ആ ഒരു രാവിലത്തെ ടൈം എപ്പോഴും ബിസി തന്നെയായിരിക്കും. അപ്പോൾ എല്ലാവർക്കും കൂടെ ഒരു യൂസ്ഫുൾ ആവുന്നൊരു ടിപ്പാണ്. അപ്പോൾ നമ്മൾ വെജീസും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യുമ്പോൾ എന്തായാലും നമ്മൾ ആ ഒരു വേസ്റ്റ് ബിന്നിൽ ഡയറക്റ്റ് പീൽ ചെയ്തിടില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ കൗണ്ടർ ടോപ്പിൽ തന്നെ നേരിട്ടിടാണ്ട് ഇതുപോലെ എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലോ
പ്ലാസ്റ്റിക് ബാഗിലൊക്കെ ആയിട്ട് തന്നെ ഡയറക്റ്റ് അതിലേക്ക് തന്നെ പീൽ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് അത് നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതൊക്കെ ഒരു ഭയങ്കര ടൈം സേവിങ് ഒരു കാര്യം തന്നെയാണ്. പിന്നെ അതുപോലെ തലേന്ന് തന്നെ നമ്മൾ പിറ്റേ ദിവസത്തെ ആവശ്യമുള്ള വെജീസും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെക്കുക. പിന്നെ അതുപോലെ നോൺ വെജൊക്കെയാണ് പിറ്റേ ദിവസം ഉണ്ടാക്കുന്നതെങ്കിൽ അതൊക്കെ ഫ്രീസറിനടുത്ത് ഫ്രിഡ്ജിൻ്റെ താഴേക്ക് അതും കൂടെ ഒന്ന് എടുത്ത് വെക്കേണ്ടതാണ്. പിന്നെ അതുപോലെ ചോറ് കാര്യങ്ങളൊക്കെ നേരത്തെ ഉണ്ടാക്കി കൊണ്ടുവന്ന് അങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിൽ ആ ഒരു അരിയും കാര്യങ്ങളൊക്കെ ഒന്ന് മെഷർ ചെയ്ത് അതും കൂടെ എടുത്ത് നിന്ന് കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ എണീറ്റ് വരുമ്പോൾ അതൊക്കെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ പിറ്റേ ദിവസം രാവിലെ നമ്മളത് ചെയ്യുമ്പോൾ നമുക്കത് കുറേ ഉള്ളതുകൊണ്ട് തന്നെ നമുക്കതൊരു ബേർഡനായിട്ട് തോന്നാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. പിന്നെ നിങ്ങൾക്ക് അത്രയും ടൈം ഇല്ലാത്തവരാണെങ്കിൽ നമ്മൾ പിറ്റേ ദിവസത്തിന് ആവശ്യമുള്ള വെജീസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കറി ഉണ്ടാക്കാനുള്ളതും തോരനുള്ളതൊക്കെ സെപ്പറേറ്റ് കണ്ടെയ്നേഴ്സിലൊക്കെ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ എണീക്കുമ്പോൾ തന്നെ അതെടുത്ത് വെച്ചിട്ട് പിന്നെ നമുക്ക് കുക്ക് ചെയ്യാൻ നേരത്തെ അതൊന്ന് എടുത്ത് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്താൽ മതിയാവും. അപ്പോൾ ആ ഒരു കട്ടിങ്ങും ചോപ്പിങ്ങിൻ്റെ ഒക്കെ ടൈമൊക്കെ അവിടെ സേവ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഇനിയിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാൻ ഇഷ്ടമില്ലാത്തവരൊക്കെ ആണെങ്കിൽ നമ്മൾ കിടക്കാൻ പോകുന്നതിന് മുമ്പൊക്കെ ജസ്റ്റ് കുക്കറിലിട്ടിട്ട് ഇപ്പോൾ സാമ്പാറിനൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് 3/4 ഭാഗം ഒന്ന് വേവിച്ചതിന് ശേഷം നമ്മൾ സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്തിട്ട് കുക്കറിൻ്റെ ആ ഒരു ലിഡ് തിരിച്ച് വെച്ച് കൊടുത്താൽ മതി. ഒരു എയർ പാസൊക്കെ വരണം, ആ ഒരു രീതിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ രാവിലെ ആകുമ്പോഴേക്കും നമുക്ക് ബാക്കി ഒന്ന് ജസ്റ്റ് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു താളിപ്പും കാര്യങ്ങളൊക്കെ എടുത്താലും മതിയാകും. അപ്പോൾ നമുക്ക് സ്റ്റൂ, സാമ്പാർ, മീൻകറി ഇതൊക്കെ ഇങ്ങനെ ചെയ്ത് വെക്കാൻ പറ്റുന്നൊരു കാര്യം തന്നെയാണ്. അതുപോലെ മീറ്റും കാര്യങ്ങളൊക്കെ ആണെങ്കിലും നമുക്ക് ആ ഒരു ടൈമിൽ ഒരു 70% ഒരു വേവ് വരുന്ന രീതിയിൽ തന്നെ ജസ്റ്റ് ഒന്ന് കുക്കറിലൊന്ന് കുക്ക് ചെയ്ത് വെച്ചിട്ട് ലിഡ് ഇതുപോലെ ഞാൻ പറഞ്ഞ പോലെ തന്നെ തിരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം എടുത്തിട്ട് അത് ബാക്കി കുക്ക് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത്രയും ടൈം ഇവിടെ സേവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ബിസി ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ ഞാനിവിടെ എൻ്റെ സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇതിപ്പോൾ മീൻകറി ഞാൻ തലേദിവസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ രാവിലെ ഈ ഒരു പൊറോട്ടയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതൊന്നും ഞാൻ വീഡിയോ എടുക്കാനായിട്ട് നിന്നിട്ടില്ല. അപ്പോൾ അതൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഡിലേ ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പണിയുള്ളത് തന്നെ ഞാൻ തലേദിവസം മീൻകറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ നമ്മൾ തലേദിവസം ജസ്റ്റ് ഒന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ കുറേ ടൈം സേവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ പിറ്റേ ദിവസം ഇപ്പോൾ എനിക്ക് പൊറോട്ട ഉണ്ടാക്കുന്നതുകൊണ്ട് കുറച്ച് ടൈം കൺസ്യൂം ചെയ്യുന്നൊരു പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മീൻകറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്നൊരു സന്തോഷ വാർത്തയും കൂടിയിട്ടുണ്ട്. ഇന്ന് എൻ്റെ ബ്രദർ വരികയാണ് നാട്ടിൽ നിന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മീനൊക്കെ കൊണ്ടുവരും കേട്ടോ നാട്ടിൽ നിന്ന്. അപ്പോൾ ഇന്ന് മീൻ കൊണ്ടുവരുന്നതുകൊണ്ട് തന്നെ ആ ഒരു മീൻ ഫ്രൈ ചെയ്യാൻ വിചാരിച്ചിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ചോറ് വെച്ചിട്ടുണ്ട്. ചോറും സാമ്പാറും തോരൻ വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതും കൂടെ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവൻ വന്നതിന് ശേഷം എനിക്ക് ആ ഒരു മീനും കൂടെ ഫ്രൈ ചെയ്തിട്ട് വെച്ചാൽ എൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ 7:15 ആകുമ്പോൾ എൻ്റെ ബാക്കി പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചും കാര്യങ്ങൾ ഒക്കെ ഒന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് ടൈം സേവ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഇനിയിപ്പോൾ കുറേ മെമ്പേഴ്സൊക്കെ ഉള്ള വീടൊക്കെ ആണെങ്കിൽ അപ്പോൾ അവരൊക്കെ വിചാരിക്കുന്നുണ്ടാവും നമുക്കിതൊന്നും പ്ലാൻ ചെയ്താലേ പറ്റൂല എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ പുട്ടും കടലൊക്കെ ഉണ്ടാക്കാനാണ് പ്ലാനെങ്കിൽ നമ്മൾ സാധാരണ എന്താ ചെയ്യൽ, രാത്രി കടലൊക്കെ വെള്ളത്തിലിട്ട് വെക്കലാണ് ചെയ്യൽ. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് അത്രയും ബിസിയുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നമ്മൾ ആ ഒരു വൈകുന്നേരം ചായ ഉണ്ടാക്കുന്ന ആ ഒരു ടൈമില്ലേ, ആ ഒരു ടൈമിൽ എന്തായാലും കിച്ചണിൽ കയറുന്ന ആ ഒരു ടൈമാണല്ലോ. അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ ഈ ഒരു കടലയും കാര്യങ്ങളൊക്കെ ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ട് പിന്നെ നമ്മൾ ആ ഒരു ഡിന്നറിൻ്റെ ടൈമിൽ കിച്ചണിൽ കയറൂലേ, അപ്പോൾ ആ ടൈമിൽ ഇതൊന്ന് വേവിച്ചും കൂടെ വെക്കുക. വേവിച്ച് വെച്ചതിന് ശേഷം കുക്കറിൻ്റെ ലിഡ് ഇതുപോലെ തിരിച്ച് വെക്കണം. അത് കഴിഞ്ഞിട്ട് അപ്പോൾ രാവിലെ വരുമ്പോഴേക്കും നമുക്ക് കറി റെഡിയാണ്. ഇനിയിപ്പോൾ ബാക്കി പുട്ട് മാത്രം ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ അവിടെ കുറേ ടൈം അവിടെ സേവ് ആയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ബാക്കി ലഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാം എളുപ്പത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും കൂടെ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് നിങ്ങളുടേതായിട്ടുള്ള കുറച്ച് ടൈമും കൂടെ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്കെപ്പോഴും ഒരു മെൻ്റൽ ഹെൽത്ത് എപ്പോഴും വേണ്ട ഒരു സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും ഇങ്ങനെ ആ ഒരു റൂട്ടീൻ ഫോളോ ചെയ്യാണ്ട് നമുക്കായിട്ടുള്ള കുറച്ച് ടൈമും കൂടെ ഒന്ന് കണ്ടെത്താനായിട്ടും കൂടെ എല്ലാവരും ഒന്ന് ശ്രമിക്കേണ്ടതാണ്. ഇനി അടുത്തതായിട്ടുള്ളൊരു കാര്യം കൂടെ പറയാനുള്ളത്, നമ്മൾ എന്തായാലും തേങ്ങയൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കുമല്ലോ. അപ്പോൾ ഡെയിലി ബേസിസിൽ തേങ്ങയൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അതും കൂടെ ഒന്ന് തലേദിവസം ഒന്ന് ഗ്രൈൻഡ് ചെയ്തോ അല്ലെങ്കിൽ സ്ലൈസ് ചെയ്തൊക്കെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ കുറേ ഉണ്ടാക്കിയെടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രീസറിലാണ് വെക്കേണ്ടത്. പിറ്റേ ദിവസം ഉള്ളത് മാത്രം ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതിയാവും. അപ്പോൾ ആ ഒരു കാര്യം കൂടെ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എളുപ്പമാണ് നമ്മുടെ കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.
നെക്സ്റ്റ് നമ്മുടെ ടൈം സേവിങ് ടിപ്പ് എന്ന് പറയുന്നത് രാത്രി നമ്മൾ കിടക്കാൻ പോകുന്നതിന് മുമ്പ് നമ്മുടെ കണ്ടെയ്നേഴ്സൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പിറ്റേ ദിവസം രാവിലെ ആവശ്യത്തിനുള്ള ഷുഗർ, ടീ പൗഡർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ ഫില്ല് ചെയ്യേണ്ടതാണെങ്കിൽ അതൊക്കെ ഒന്ന് ഫില്ല് ചെയ്തെടുത്ത് വെക്കാം. ഉപ്പ് അങ്ങനെ ഡെയിലി ബേസിൽ വരുന്ന കാര്യങ്ങളൊക്കെ ഇല്ലേ, മസാല കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തെടുത്ത് വെക്കുക. അപ്പോൾ ഇതൊക്കെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ കുക്കിംഗ് ഒക്കെ എളുപ്പമായിരിക്കും. ഇനിയിപ്പോൾ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ തലേദിവസത്തെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ അപ്പം തന്നെ കഴുകി എടുത്ത് വെക്കേണ്ടതാണ്. അത് പിറ്റേ ദിവസം രാവിലത്തേക്ക് കഴുകാനായിട്ട് നിൽക്കരുത്. ആ ഒരു കാര്യം കൂടെ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കൗണ്ടർ ടോപ്പും കൂടെ വൈപ്പ് ചെയ്തെടുക്കുക. പിന്നെ പലർക്കും ശ്രദ്ധിക്കാതെ പോണതും ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ ഗ്യാസ് സ്റ്റൗവിടെ ആ ഒരു സ്റ്റീലിൻ്റെ റിങ്ങില്ലേ, അത് ക്ലീൻ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അതിൽ സ്റ്റെയിൻ ആയിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ പറ്റി പിടിച്ചിട്ടുണ്ടാകും. കാരണം അത് നമ്മൾ റീഹീറ്റ് ചെയ്ത് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ആ ഒരു കറയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അതിൽ പിടിച്ചിട്ടുണ്ടാകും. അപ്പോൾ പെട്ടെന്ന് അത് ക്ലീൻ ചെയ്ത് വെച്ചിട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിൽ രാത്രി നമ്മൾ കിടക്കാൻ പോകുന്നതിന് മുമ്പ് ആ ഒരു സാധനം എടുത്തിട്ട് ഏതെങ്കിലും ഒരു പഴയ പാത്രത്തിൽ ഡിപ്പ് ചെയ്തിട്ട് അത് ഡിപ്പ് ചെയ്യുന്ന അത്ര വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് വിനാഗിരിയും നമ്മുടെ ഡിഷ് വാഷറിലെ എന്താണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് അത് ആ ഒരു ലിക്വിഡും കൂടെ ചേർത്തതിന് ശേഷം നല്ല രീതിയിലൊന്ന് തിളപ്പിക്കുക. ഒരു 2 മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്തിട്ട് പിറ്റേ ദിവസം രാവിലെ വന്നിട്ട് അത് സ്ക്രബ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ക്ലീനായി കിട്ടുന്നതാണ്. അപ്പോൾ ഞാനത് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നല്ല എളുപ്പമാണ് ഇപ്പോൾ അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. നേരത്തെയൊക്കെ ഞാനതിങ്ങനെ ഒരച്ചൊരച്ച് നിൽക്കലായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യമൊക്കെ ഇപ്പോൾ ഒഴിവായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് ചെയ്തെടുക്കുക. പിന്നെ ലാസ്റ്റിൽ നമ്മൾ എന്തൊക്കെ അപ്ലയൻസസ് ആണോ നമ്മളന്ന് യൂസ് ചെയ്ത് അത് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്യുക. കാരണം നമ്മൾ ആ ഒരു വെറ്റ് ഹാൻഡും ഓയിലി കണ്ടൻറ്റൊക്കെ അതിൽ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് നേരം നമ്മൾ കിച്ചണിൽ കയറുമ്പോൾ അതും കൂടെ നമുക്ക് ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടുന്നതാണ്. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഭയങ്കര പോസിറ്റീവ് എനർജി ആയിരിക്കും നിങ്ങൾക്ക്. അപ്പോൾ ഞാനിവിടെ എൻ്റെ എല്ലാ കുക്കിങ്ങും ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരാളെ നോക്കി രാവിലെ എണീറ്റ് യുദ്ധമൊക്കെ കഴിഞ്ഞിട്ട് കിടന്നുറങ്ങുന്ന ഒരു ഉറക്കമാണത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ബ്രദറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആ ഒരു കൊണ്ടുവന്ന ഫിഷില്ലേ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഫ്രൈ ചെയ്യാനും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ കൂടെ ഒരു ഫ്രണ്ടും കൂടെ ഉണ്ടെന്ന് ഗസ്റ്റായിട്ട്. അപ്പോൾ അവർക്കും കൂടെ ഒന്ന് ചോറൊക്കെ എടുത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. അതും കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുള്ളായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വർക്കിംഗ് വുമൺസ് ഒക്കെ ആണെങ്കിൽ ആ ഒരു കുക്കിംഗ് പിന്നെ ക്ലീനിങ്ങിൻ്റെ ആ ഒരു ടിപ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ടൈമൊക്കെ ഒരുപാട് നിങ്ങൾക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്